വിദ്യാഭ്യാസ വകുപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്കപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പൊതുവിൽ ചർച്ച ചെയ്തത്. മറ്റത് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് വേണം ഒരു ബേസ് ഡാറ്റ എടുക്കാൻ. പൊതുവായിട്ട് ചർച്ച ചെയ്തത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് ചിലത് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുണ്ട്. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ ആണ് പ്രധാനമായിട്ടും എടുക്കേണ്ടത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ മാത്രമേ ഈ മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ളതാണ് പൊതുവായൊരു ചർച്ചയിൽ നമ്മളൊരു ആശയം എന്ന രീതിയിൽ ഉത്പാദിപ്പിച്ചു. പിന്നെ ആവശ്യ ടെക്സ്റ്റ് ബുക്കുകൾ എത്രയും വേഗം എത്തിക്കണം. സ്കൂൾ തുറക്കുന്ന വിജ്ഞാനോത്സവം ആരംഭിക്കുകയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ പരിസ്ഥിതി ദിനമൊക്കെ ആചരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രാഥമികമായ ചർച്ച. അപ്പോൾ എങ്ങനെയാലും സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് പാഠപുസ്തകമാണ്, അത് എത്രയും വേഗം എത്തിക്കുന്നതിനുള്ള അതിന് പൊതുവായി അങ്ങനെയാണ് ചർച്ച ചെയ്തത്. പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കുന്നത് വഴി ഈ പ്രശ്നം കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങളിലൊന്നും നേരത്തെ സൂചിപ്പിച്ച പ്രശ്നമാണ്. പക്ഷേ നമ്മൾ പഠനം എപ്പോഴും മാതൃഭാഷ തന്നെയാണ്, മീഡിയം മലയാളം. കാരണം അപ്പോഴേ നമുക്കൊരു ഒരു 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 ജൈവബന്ധം വിഷയങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷേ മറ്റ് ഭാഷകൾ അറിഞ്ഞിരിക്കുകയും വേണം. ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണം. ആ രീതിയിൽ ആ ഭാഷ പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. പക്ഷേ പഠനമാധ്യമം മലയാളമാകണം. എങ്കിലേ ആശയങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയും. ആശയമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ തിയറി പഠിക്കുകയാണെങ്കിൽ വിഷയം ഒന്ന് തന്നെയാണ്. ഒരാറ്റത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും തമിഴിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഉത്തരം ഒന്നാണ്. പക്ഷേ അത് മലയാളിയെ ഒരാൾ മലയാളത്തിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജൈവ ബന്ധം, അതാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ അറിവ് ഇങ്ങനെ ശേഖരിക്കൽ മാത്രമല്ല, ആ അറിവ് ഒരു ലയമായി മാറുന്നതോടെ മനസ്സിലുണ്ടാകുന്ന ജൈവമാറ്റമാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു സംശയമില്ല, കൃത്യമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. വേഗം പ്രഖ്യാപിക്കുന്നതിന് അർത്ഥമില്ല. വേഗം പ്രഖ്യാപിക്കാൻ പറ്റിയല്ലല്ലോ അത്. പക്ഷേ കൃത്യമായി അത് വിലയിരുത്തി മോണിറ്റർ ചെയ്ത് തെറ്റ് ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരി.